നല്ല ഒന്നാം തരം തിരുതക്കറി. തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച തിരുതക്കറി. നല്ല കൊത്ത ചക്ക കൊത്തിപ്പൊരിച്ച് വേവിച്ചതും രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ചക്ക കുറച്ച് മൂത്തുണ്ടെങ്കിൽ നമ്മൾ വറക്കും, പിന്നെയും കുറച്ചും കൂടെ മൂത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേവിക്കും, പിന്നെയും കുറച്ചും കൂടെ മൂത്തുണ്ടെങ്കിൽ നമ്മൾ പഴുപ്പിക്കും. ഇത് ഇടിച്ചക്കയല്ല, വറക്കാനുള്ള ചക്കയല്ല, അതിന്റെ ഇടയിലുള്ള ഒരു ചക്കയാണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചക്ക, അതിന്റെ ചകിണി, കുരു, ചോള എല്ലാം കൂടെ ഒരുമിച്ച് വെട്ടി നുറുക്കി പുഴുങ്ങി ഉപ്പും മഞ്ഞപ്പൊടിയും തേങ്ങയും മസാലകളൊക്കെ ഇട്ട് പുഴുങ്ങിയെടുക്കുന്ന സാധനമാണിത്. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇടും, കാന്താരി ചതച്ചിടും. ഇതെന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കാർക്കൊക്കെ നല്ലതാണ് കഴിക്കാൻ. ചക്കയുടെ ഫുള്ള് ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ. ഇടിച്ചക്ക തോരന്റെ ടേസ്റ്റ് ഒന്നുമില്ല, ചക്കപ്പുഴുക്കിന്റെയും ടേസ്റ്റില്ല, അതിന്റെ ഇടയിൽ ഇതൊരു ഹെൽത്തി വേർഷൻ ആണ്. എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റും, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പക്ഷെ ഈ സാധനം ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ വേറെ സാധനമുണ്ട്. നല്ല ഒന്നാം തരം തിരുതക്കറി. തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച തിരുതക്കറി. നല്ല കൊത്ത ചക്ക കൊത്തിപ്പൊരിച്ച് വേവിച്ചതും രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? തിരുതക്കറിയുടെ ചാറുതായി ഇങ്ങനെ ഇട്ട് കുഴച്ച് 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 ചക്കയുടെ ടേസ്റ്റ് ഒന്നും അതിൽ വരുന്നേ ഇല്ല കേട്ടോ. തിരുതക്കറിയെ കുറിച്ച് കേരള രാഷ്ട്രീയത്തിൽ വരെ ചില കഥകളുണ്ട് ഇന്ദിരാജിയായിട്ട് ബന്ധപ്പെട്ട്. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീനിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അതിന്റെ വയറിന്റെ ഭാഗം നോക്ക്, നല്ല ബ്ലു ബ്ലു ബ്ലുന്നിരിക്കും. നല്ല നെയ്യായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബട്ടർ ഇങ്ങനെ വായിന്ന് ഉരുകി ഇറങ്ങി പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. പകരം വെക്കാനില്ലാത്ത രുചി തിരുത. ജീവിതത്തില് ആദ്യമായിട്ട് കഴിക്കുകയാണ് തിരുത, അതും ഇത്ര ഫ്രഷ് ആയിട്ട്. ഇത് ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ് ലക്ഷദ്വീപ്. അതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കേണ്ട മീനാണ് തിരുത. അത് ഇതുപോലെ തേങ്ങാപ്പാലിട്ട് വറ്റിച്ചിട്ട് മൺചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ച് ഒരു 15 ചെറിയുള്ളി ചതച്ചത് ഇട്ട് ഒരു ഗ്ലാസ് പരുവാവുന്നവരെ വഴട്ടാം. ഇനി കറിവേപ്പിലയും 10 പച്ചമുളക് കീറിയതും ഒന്ന് വഴറ്റിയ ശേഷം 1 ഇഞ്ച് ഇഞ്ചി നന്നായി ചതച്ചത് ഇട്ട് അല്പനേരം മാത്രം വഴട്ടാം, അല്ലെങ്കിൽ രുചി മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി, 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് പച്ചമണം മാറും വരെ വഴട്ടി കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പ് ഒഴിക്കാം. അപ്പം കരിഞ്ഞു പിടിക്കത്തില്ല കേട്ടോ. ഇനി ഇതാ നന്നായി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ കൂടെ നമുക്ക് ബാക്കി ഒഴിക്കാം. കുടംപുളി ഒരു 3 കഷ്ണം ഇടാം കേട്ടോ. പുളിയുടെ പാകം നോക്കണേ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ചാൽ ഒരു 5 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കണം. ഒന്ന് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റാകാനാട്ടോ. ശേഷം നമ്മുടെ മീനിട്ട് തീ നന്നായിട്ട് കൂട്ടി തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞാൽ വീണ്ടും മീഡിയം ലോയിൽ തന്നെ ഇട്ട് ഒരു 8 മിനിറ്റും കൂടെ പാചകം ചെയ്യാം. ഇനി നമുക്ക് ഓഫാക്കാം. അതേ, ഉപ്പും എരിവും ഒക്കെ അവനവൻ്റെ ഏനനുസരിച്ച് കുറച്ച് മുമ്പ് ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഇനി എല്ലാം കഴിഞ്ഞിട്ട് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് സെറ്റാക്കാം.